ഒരോട്ടിന് ഒരു സമ്മാനപ്പെട്ടി. പെട്ടിയിലുള്ളത് 10,000 രൂപ നിറച്ച ഒരു കവർ, ഒരു മദ്യക്കുപ്പി, മിക്സ്ചറിന്റെ ചെറിയ 2 പാക്കറ്റുകൾ, ഒരു കെട്ട് ബീഡി, പാൻ മസാല, ഒരു കെട്ട് ചീട്ട്, ഗർഭനിരോധന ഉറകൾ. ఏకంగా పబ్లిసిటీ ఇచ్చుకునే దానికోసం ఎక్కడ చూసినా అక్కడ ఫోటోలు కనిపిస్తాయి. అయ్యా, ఈ మాదిరిగా పబ్లిసిటీ చేసుకోవడం చూస్తా ఉంటే విశ్వసనీయత అన్న పదానికి అర్థం రావాలి, విలువలతో కూడిన రాజకీయాలు రావాలి. ఒక రాజకీయ నాయకుడు ఫలానది చేస్తాను అని చెప్పి మైకు పట్టుకొని చెప్పి మేనిఫెస్టోలో అది పెట్టి ప్రజలను ఓటడిగి గెలిచి ఆ తర్వాత రాజకీయ నాయకుడు ఆ పనులు చేయకపోతే తన పదవికి తాను రాజీనామా చేసి ఇంటికి వెళ్ళిపోయే పరిస్థితి తీసుకొని రావాలి. అప్పుడే ఈ చెడిపోయిన ఈ రాజకీయ వ్యవస్థలోకి విశ్వసనీయత అన్న పదానికి అర్థం వస్తుంది. ఈ చెడిపోయిన ఈ రాజకీయ వ్యవస్థలోకి మార్పు రావాలి అంటే అది మీ అందరితోనే సాధ్యము అన్న సంగతి ఎవరు కూడా మర్చిపోవద్దని నేను అడుగుతా ఉన్నా. మీ అందరితో కూడా ఒకటే చెప్తా ఉన్నా, ఎన్నిక రోజు వచ్చేసరికి ప్రతి గ్రామానికి మూటలు డబ్బులు పంపిస్తాడు. అవినీతితో బాగా సంపాదించాడు. നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കാനിരിക്കെ ആന്ധ്രാപ്രദേശിൽ YSR കോൺഗ്രസ് പാർട്ടിയുടെ സമ്മാനപ്പെട്ടിയെ ചൊല്ലിയുള്ള വിവാദം ചൂടുപിടിക്കുന്നു. സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്ന YSR കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ടർമാരെ പാട്ടിലാക്കാൻ നൽകിയതാണെന്ന് ആരോപിക്കപ്പെടുന്ന ഇൻസെന്റീവ് ബോക്സ് ആണ് എതിർകക്ഷികൾ ആയുധമാക്കിയിരിക്കുന്നത്. YSR കോൺഗ്രസ് പാർട്ടിയുടെ ലോഗോ പതിച്ച സമ്മാനപ്പെട്ടിയിലാണ് പണവും കള്ളും ബീഡിയും അടക്കമുള്ള സാധനങ്ങൾ വിതരണം ചെയ്യാൻ രഹസ്യമായി എത്തിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. ഗൈസ്, സുഹറാമിസിന്റെ കല്യാണത്തിന് 350 രൂപ അയച്ചിട്ടുണ്ട്. അപ്പൊ പരിപാടി എല്ലാം പറഞ്ഞാൽ നമ്മൾ പോകുന്നു, അടിച്ചു വിളിക്കുന്നു. ഓക്കെ, ബൈ. എല്ലാരും പൈസ ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് സെറ്റ് ആക്കാം. വേഗം കേറ്. ഗുഡ് മോർണിംഗ് മാം. 6,500 രൂപയ്ക്ക് ഇടുന്ന പിന്നിട്ടാണ്. നീ മിണ്ടായിരുന്നേ, നമുക്ക് നോക്കാലോ. ഇതൊക്കെ ഈ ബഡ്ജറ്റിലുള്ളതാണോ? അതെ മാം. എന്തല്ലേ? സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം. ചേട്ടാ, ഇത് മതി. ഗുഡ് ചോയ്സ് മാം.